നിഴലിൽ പാർത്തിടും ഞാൻ. അവരെന്റെ സങ്കേതം, അവരെന്റെ കോട്ടയും, അവരെന്റെ ആശ്രയമാം ദൈവവും. അവരെന്റെ സങ്കേതം, അവരെന്റെ കോട്ടയും, അവരെന്റെ ആശ്രയമാം ദൈവവും. അവരെന്റെ സങ്കേതം, അവരെന്റെ കോട്ടയും, അവരെന്റെ ആശ്രയമാം ദൈവവും. എൻ്റെ ചെറിയ പ്രായം മുതൽ തന്നെ കുട്ടികളുടെ യോഗത്തിന് പങ്കെടുക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ യോഗത്തിന് കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ചെറിയ പ്രായത്തിൽ ഞങ്ങളിവിടെ വരുമ്പോൾ ചെറിയ നനവുള്ള മണലും ചെറിയ വെള്ളാരം കല്ലുകളും ഒക്കെ ഉണ്ടായിരുന്നു. ആ കല്ലുകളൊക്കെ പറക്കി കളിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു കുട്ടികളുടെ യോഗം നടക്കുന്ന സമയത്ത്. അതൊരു നല്ല ഓർമ്മയാണ്. അതുപോലെ തന്നെ പാട്ടുകൾ പാടാനും വാക്യങ്ങൾ പറയാനും കഥകൾ കേൾക്കാനും ഒക്കെ വലിയ ഉത്സാഹമായിരുന്നു. ആ ഉത്സാഹം ഇപ്പോഴെൻ്റെ കുഞ്ഞുങ്ങൾക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അവരെയും കൊണ്ട് രാവിലെ ഇവിടെ എത്തിയതാണ്. അവർ വളരെ സന്തോഷത്തോടുകൂടി ഇതിനകത്ത് പങ്കെടുത്തു. ഇന്ന് മോൾക്ക് തിരുമേനിയുടെ കയ്യിൽ നിന്നൊരു സമ്മാനമൊക്കെ കിട്ടി. അതിൻ്റെ സന്തോഷത്തിലാണ് അവൾ. At the opening service of the convention, ഈ കൺവെൻഷൻ മഹായോഗത്തിന്റെ പ്രാരംഭ സമ്മേളനത്തിൽ I spoke on the subject of approaching God. ദൈവസന്നിധിയിലേക്ക് സമീപിക്കുക എന്നതിനെപ്പറ്റി ഞാൻ സംസാരിച്ചു. This evening, I want us to look at a man who was considering running away from God. ഈ സന്ധ്യയിൽ ദൈവസന്നിധിയിൽ നിന്ന് ഓടി മാറുവാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യനെ പറ്റി നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. As I was sitting here before coming to preach, പ്രസംഗത്തിനായി എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ I was thinking of a man who has been a very close friend of mine. എൻ്റെ ഉറ്റ സുഹൃത്തായ ഒരു വ്യക്തിയെ പറ്റി ഞാൻ ഓർക്കുകയായിരുന്നു. 12 months ago, he was serving God faithfully. 12 മാസങ്ങൾക്ക് മുൻപ് അദ്ദേഹം വളരെ സന്തോഷത്തോടെ കർത്താവിനെ സേവിച്ചുകൊണ്ടിരുന്നു. And in a senior position in Christian service. ക്രിസ്തീയ ശുശ്രൂഷയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം അദ്ദേഹം വഹിച്ചിരുന്നു. But during the last 12 months, this man, after many years of service, has run away from God. എന്നാൽ ഈ കഴിഞ്ഞ 12 മാസങ്ങൾക്കുള്ളിൽ അദ്ദേഹം തന്റെ ചുമതലയിൽ നിന്നും തന്റെ വിശ്വാസത്തിൽ നിന്നും ഓടി ഒളിച്ചിരിക്കുകയാണ്. Left his wife and his children and run away from God. തന്റെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും ഉപേക്ഷിച്ച് അവരിൽ നിന്ന് ഓടി അകന്നുപോയി. My experience is that this happens to men much more than it happens to ladies. എൻ്റെ അനുഭവം പറയുന്നത് ഈ ഒരു രീതി അധികമായി സംഭവിക്കുന്നത് പുരുഷന്മാരുടെ കാര്യത്തിലാണ് സ്ത്രീകളെക്കാൾ അധികം. So I'm very happy to be talking to you men about this subject tonight. അതുകൊണ്ട് തന്നെ പുരുഷന്മാരായ നിങ്ങളോട് ഈ വിഷയം പങ്കുവയ്ക്കുന്നതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. The Bible gives us examples of men who have walked with God and then walked away from God. വേദപുസ്തകം ദൈവത്തോട് ചേർന്ന് നടക്കുകയും എന്നാൽ ദൈവത്തിൽ നിന്ന് ഓടി അകലുകയും ചെയ്ത അനേകരെ പറ്റി സംസാരിക്കുന്നുണ്ട്. The Apostle Paul tells us about Demas.
അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ദേമാസിനെ പറ്റി പറയുന്നു. He's mentioned 3 times in the Bible. ദേമാസിനെ പറ്റി വേദപുസ്തകത്തിൽ 3 പ്രാവശ്യം പരാമർശിച്ചിട്ടുണ്ട്. And the first 2 references are very positive references. ദേമാസിനെ പറ്റി ആദ്യത്തെ 2 പരാമർശനങ്ങൾ വളരെ നല്ലതായിട്ടുള്ള This കാര്യങ്ങളാണ്. man was walking with God and serving God. ഈ മനുഷ്യൻ ദൈവത്തോട് ചേർന്ന് നടന്നു, കർത്താവിനെ സേവിച്ച മനുഷ്യൻ. But the third reference says, Demas has forsaken me because he loved this present age. എന്നാൽ മൂന്നാമത്തെ പരാമർശനമാകട്ടെ, ദേമാസ് ലോകത്തെ സ്നേഹിച്ചു, എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞിരിക്കുന്നു എന്നതാണ്. The attractions of life drew Demas away from his walk with God. ദൈവത്തോടുള്ള തന്റെ സഞ്ചാരത്തിൽ നിന്ന് ലോകത്തിന്റെ പല കാര്യങ്ങളും ആകർഷണങ്ങളും ദേമാസിനെ അതിൽ നിന്ന് മാറ്റി. Jesus, of course, taught this in the parable of the sower. വിതയ്ക്കുന്നവന്റെ ഉപമയിൽ കൂടെ കർത്താവ് പറയുന്നത് ഇതേ കാര്യം തന്നെയാണ്. You'll remember that some of the seed was sown in shallow soil. ചില വിത്തുകൾ വിതയ്ക്കപ്പെട്ടത് ആഴമില്ലാത്ത സ്ഥലത്താണ്. It didn't take root. അതിന് വേരുകൾ മുളച്ചില്ല. And when difficulty came, persecution came, പ്രശ്നങ്ങളും പ്രതിസന്ധികളും സംഭവിച്ചപ്പോൾ the life which was apparently in the seed died. ആ വിത്തിനുള്ളിൽ ഉണ്ടായിരുന്ന ജീവൻ നശിച്ചുപോയി. Or what about the seed sown amongst the thorns? അതേപോലെ തന്നെ മുള്ളുകൾക്കിടയിൽ വിതയ്ക്കപ്പെട്ട വിത്തും There was apparent life, അതിന്റെ ഉള്ളിലും ജീവൻ but ഉണ്ടായിരുന്നു. the thorns choked the life out of the seed. എന്നാൽ ആ വിത്തിന്റെ ജീവനെ ആ മുള്ളുകൾ അപഹരിച്ചു കളഞ്ഞു. Jesus says the cares of this age, കർത്താവ് പറയുകയാണ്, ഈ ലോകത്തിന്റെ വിവിധ പരീക്ഷകളും and particularly the deceitfulness of wealth, can draw people away from their walk with God. ജഡമോഹങ്ങളും ലോകത്തിന്റെ വിവിധ ലോകമയത്വവും ദൈവത്തിന്റെ അനുഭവത്തിൽ നിന്ന്, ദൈവിക ജീവനിൽ നിന്ന് മനുഷ്യരെ അകറ്റിക്കളയുന്നു. So why does it happen? എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? Why would anyone ever consider walking away from God? ദൈവസന്നിധിയിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും മാറിക്കളയാൻ താല്പര്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? Well, sometimes we just don't understand God's ways. ചിലപ്പോൾ ദൈവത്തിന്റെ വഴികൾ നാം തിരിച്ചറിയുന്നില്ല. അതായിരിക്കാം ഒരു കാര്യം. Difficulties hit us in life, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആഞ്ഞടിച്ചേക്കാം. and the evil one comes to us. ദുഷ്ടനായവൻ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർന്ന് വന്നേക്കാം. And he says, is it really worth it following God? ദൈവത്തെ അനുഗമിക്കുന്ന യഥാർത്ഥത്തിൽ അത് വിലയുള്ളതാണോ എന്ന് ദുഷ്ടനായവൻ നമ്മോട് ചോദിച്ചേക്കാം. I have a son who deals with a chronic illness. എന്റെ ഒരു മകന് വളരെ ഗുരുതരമായ ഒരു രോഗം ബാധിച്ച A വ്യക്തിയാണ്. number of years ago, he'd had an operation. ചില വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന് ഒരു ശസ്ത്രക്രിയ നടത്തേണ്ടി It വന്നു. didn't appear that he was recovering from this operation. ഈ ശസ്ത്രക്രിയയിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു വിടുതൽ ലഭിക്കുന്നില്ല, സൗഖ്യം ലഭിക്കുന്നില്ല എന്ന് തോന്നിയ He നിമിഷങ്ങളുണ്ടായി. was extremely unwell. വളരെ വളരെ ഗുരുതരമായ അവസ്ഥയിലേക്ക് അദ്ദേഹത്തിന്റെ ആരോഗ്യം മാറി. And I was allowed by the hospital just to lie beside him on the bed for about a day and a half. എന്റെ മകന്റെ ബെഡിൽ, അവന്റെ രോഗക്കിടക്കയിൽ അവനോട് ചേർന്ന് കിടക്കുവാൻ 1.5 ദിവസത്തോളം അവനോട് ചേർന്ന് ആ കിടക്കയിൽ തന്നെ ചെലവഴിക്കുവാൻ ആശുപത്രി അധികൃതർ എനിക്ക് I അനുവാദം wondered നൽകി. what was happening to him. എനിക്കറിയുകയില്ലായിരുന്നു അവൻ എന്താണ് And സംഭവിക്കുന്നത്. the evil one began to plant those questions in my mind. ദുഷ്ടനായവൻ എന്റെ മനസ്സിലേക്ക് ഞാൻ എന്റെ സന്ദേഹങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരുന്നു. Here you are serving God around the world. നീ ലോകം മുഴുവൻ ദൈവത്തിന്റെ സുവിശേഷവുമായി But നടക്കുന്നവനല്ലേ? is it really worth it? യഥാർത്ഥത്തിൽ അതിന് വല്ല കാര്യവുമുണ്ടോ? You may be losing your son. ഒരുപക്ഷെ നിനക്ക് നിന്റെ മകനെ What is God നഷ്ടപ്പെട്ടേക്കാം. doing? എന്താണ് ദൈവം ഇപ്പോൾ Is ചെയ്യുന്നത്? serving God, walking with him, really worth it? ദൈവത്തോട് ചേർന്ന് നടക്കുന്ന യഥാർത്ഥത്തിൽ പ്രയോജനമുള്ളതാണോ? And then sometimes God's calling on our lives just feels to be far too difficult. ചിലപ്പോൾ ദൈവത്തിന് നമ്മുടെ ജീവിതത്തോടുള്ള നിയോഗം, നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന നിയോഗം തിരിച്ചറിയുവാൻ നമുക്ക് സാധ്യമായി വരികയില്ല. Jonah, of course, will come to your mind. ജോനയെ പറ്റി നമുക്ക് അറിയാവുന്നതാണല്ലോ. God's calling is, you must go to Nineveh, ദൈവം യോനയോട് പറഞ്ഞു, നീ നിനവയിലേക്ക് പോകുക. a notoriously wicked city. വളരെയധികം ദുഷ്ടത നിറഞ്ഞ നഗരം. And God's calling is just too much. It's just too difficult for Jonah. യോനയെ സംബന്ധിച്ച് ദൈവത്തിന്റെ ഈ നിയോഗം വളരെ ദുഷ്കരമാണ്. ഒരു തരത്തിലും അത് സ്വീകരിക്കാൻ And he സാധ്യമല്ല. runs in the opposite direction
from that which God wants him to go. ദൈവം അവനോട് ആവശ്യപ്പെടുന്ന സ്ഥലത്ത് നിന്ന് നേരെ വിപരീതമായ ദിശയിലേക്ക് അവൻ ഓടി അകലുകയാണ്. I have another son. എനിക്ക് രണ്ടാമതൊരു മകനുണ്ട്. One day he came home from school. അവന്റെ പഠനശാലയിൽ നിന്ന് അവൻ മടങ്ങി വന്ന ഒരു ദിനം He was a teenager. അവൻ ഒരു കൗമാരപ്രായക്കാരനായിരുന്നു. And he said, "Dad, it's just too difficult. എന്നോട് പറഞ്ഞു, ഡാഡി, എന്റെ ജീവിതം വളരെ ദുർഘടം പിടിച്ചിരിക്കുന്നു. It's too difficult being a Christian in the huge school where I study." ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ വലിയ സ്കൂളിൽ, ആ കോളേജിൽ ക്രിസ്തീയ വിശ്വാസി എന്ന നിലയിൽ ജീവിതം അതീവ ദുഷ്കരമാണ്. So I just want you to know, Dad, I'm not going to be a Christian any longer. അതുകൊണ്ട് ഞാൻ ഡാഡിയോട് പറയട്ടെ, ഒരിക്കലും ഇനിയും ഞാൻ ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കുന്നില്ല എന്നുള്ള വസ്തുത. Thankfully, he came back to God. ദൈവത്തിന് ഞാൻ നന്ദി കരയറ്റുകയാണ്. അവൻ തന്റെ വിശ്വാസത്തിലേക്ക് പിന്നീട് ഒരിക്കൽ മടങ്ങി But വന്നു. for a number of years he lived at a distance from God. എന്നാൽ അനേക വർഷങ്ങൾ എന്റെ മകൻ ദൈവസന്നിധിയിൽ നിന്ന് വളരെ ദൂരെയാണ് ജീവിച്ചു പോയത്. So there are many reasons why Christians who once walked faithfully run away from God. ദൈവത്തോട് ചേർന്ന ഒരു കാലത്ത് ഏറ്റവും അടുത്ത് ജീവിച്ച അനേകർ ദൈവത്തിൽ നിന്ന് അകന്നുപോയ അനുഭവങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. What does it mean to run from him? ദൈവസന്നിധിയിൽ നിന്ന് അകലേക്ക് മാറുക എന്നതിന്റെ അർത്ഥം എന്താണ്? Well, it can mean a number of things. അത് പല കാര്യങ്ങളായിരിക്കാം. It can mean, just like my son, we turn completely away from God. ഒരുപക്ഷെ എന്റെ മകനെ പോലെ ദൈവസന്നിധിയിൽ നിന്ന് പരിപൂർണമായി അകന്നു പോകുന്ന We അവസ്ഥയായിരിക്കാം. choose no longer to believe, no longer to walk with him. ഇനിയും ദൈവത്തോട് ചേർന്ന് ഒരു കാര്യവുമില്ല എന്ന് തീരുമാനിക്കുന്ന ഒരു രീതിയായിരിക്കാം. But that's not the normal way people move away from God. എന്നാൽ ദൈവസന്നിധിയിൽ നിന്ന് അകലെ മാറുന്ന ഒരു സാധാരണ രീതി അങ്ങനെയല്ല. It's normally much more gradual than that. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് അകലെ മാറുന്നത് ഒരുപക്ഷെ പടിപടിയായുള്ള ഒരു Our അനുഭവമായിരിക്കാം. commitment to God gradually decreases. ദൈവത്തോടുള്ള നമ്മുടെ സമർപ്പണവും പ്രതിബദ്ധതയും സാവധാനം കുറഞ്ഞു I വന്നേക്കാം. think of another young man. He was a professional veterinary surgeon. മൃഗ ഡോക്ടർ എന്ന നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയെ പറ്റി എനിക്കറിയാം. He came to see me in my office one day. ഒരു ദിവസം അദ്ദേഹം എന്റെ പഠന സ്ഥലത്തെത്തി. He'd been asked to take a major leadership position in his local church. അദ്ദേഹത്തിന്റെ സഭയിൽ ഒരു ചുമതലാ സ്ഥാനം വഹിക്കുവാൻ അദ്ദേഹത്തോട് അവർ ആവശ്യപ്പെട്ടിരുന്നു. This is what he said to me. എന്നോട് അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്. He said, Peter, I'm a Christian. എന്നോട് പറഞ്ഞു, പീറ്റർ, ഞാനൊരു ക്രിസ്തീയ വിശ്വാസി തന്നെയാണ്. I'm committed to God to a certain degree. ഞാൻ ദൈവത്തോട് ഒരു പരിധി വരെ സമർപ്പണമുള്ള വ്യക്തി തന്നെയാണ്. But right now I can do anything I want to do. എന്നാൽ എനിക്ക് ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന എന്തും ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. And I know that if I accept this position of leadership in the church, എന്നാൽ എനിക്ക് അറിയാവുന്നത്, എന്റെ ഇടവകയിൽ ഞാൻ ഈ ഒരു ചുമതലാ സ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ I won't have the same freedom that I have right now. എനിക്ക് ഇപ്പോഴുള്ള സ്വാതന്ത്ര്യം എനിക്ക് അപ്പോൾ ലഭിക്കയില്ല എന്ന് എനിക്ക് നിശ്ചയമുണ്ട്. Here was a man who was just seeking to keep a safe distance from God. ഇതാ ഒരു വ്യക്തി ദൈവസന്നിധിയിൽ നിന്ന് വളരെ സുരക്ഷിതമായ ഒരു അകലം പാലിക്കുവാൻ I'll താല്പര്യപ്പെടുന്നു. worship him. I'll be there on a Sunday morning. ഞാൻ ഞായറാഴ്ച ദിവസം ദൈവത്തെ ആരാധിക്കാനായി തയ്യാറുള്ള വ്യക്തിയാണ്. But I'll keep my distance. എന്നാൽ ദൈവത്തോട് ഞാൻ എന്റേതായ ഒരു അകലം പാലിക്കും. It's dangerous to walk closely with God. ദൈവത്തോട് ചേർന്ന് നടക്കുന്നത് അപകടം പിടിച്ച കാര്യമാണ്. So let's look together at this man in the Bible who was considering running from God. ദൈവസന്നിധിയിൽ നിന്ന് ഓടി അകലുവാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയെ നമുക്ക് വേദപുസ്തകത്തിലൂടെ പരിചയപ്പെടാം. This great psalm begins with two words. ഈ മനോഹരമായ സങ്കീർത്തനം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. Oh Lord. യഹോവേ, യഹോവേ എന്നാണ് ആരംഭിക്കുന്നത്. When David used these words, two thoughts would come immediately to his mind. യഹോവേ എന്നുള്ള വാക്ക് ദാവീദ് ഉപയോഗിക്കുമ്പോൾ രണ്ട് ചിന്തകൾ സങ്കീർത്തനക്കാരനായ ദാവീദിന്റെ മനസ്സിലേക്ക് ഓടിയെത്തും. The first thought would be eternity. ഒന്നാമത്തെ ചിന്ത നിത്യതയെ പറ്റി ഉള്ള ചിന്തയാണ്. His mind would go back to Moses standing before the burning bush. കത്തുന്ന മുൾപടർപ്പിന് മുൻപിൽ നിൽക്കുന്ന മോശയുടെ അനുഭവത്തിലേക്ക് ദാവീദിന്റെ മനസ്സ് ഓടിപ്പോയിരിക്കാം. God calls Moses to go to Egypt to be the servant who releases God's people from bondage. ദൈവജനത്തെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുവാനുള്ള ആ ദൗത്യവുമായി മിസ്രൈമിലേക്ക് പോകുവാൻ ദൈവം മുൾപടർപ്പിൽ നിന്ന് മോശയോട് അരുളി ചെയ്യുകയാണ്. But Moses has a question. എന്നാൽ മോശയ്ക്ക് ഒരു ചോദ്യമുണ്ട്. What shall I say if they ask the name
of the God who is sending me to you. മോശയുടെ സംശയം, നിന്നെ ആരാണ്, ഏത് ദൈവമാണ് അയച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്താണ് മറുപടി പറയേണ്ടത്? And then in a very important moment in biblical revelation, ദൈവവചനത്തിന്റെ ഒരു പ്രത്യേക അനുഗ്രഹീത മുഹൂർത്തത്തിൽ God says to Moses, you are to say, I am has sent you. ദൈവം മോശയോട് പറയുകയാണ്, ഞാൻ ആകുന്നു നിന്നെ അയക്കുന്നത്. I am the eternal God. നിത്യനായ ഞാൻ ആണ് നിന്നെ അയക്കുന്നത്. You see, Israel had been in bondage for more than 400 years. ഇസ്രായേൽ മക്കൾ 400 വർഷത്തിലധികമായി മിസ്രൈമിൽ അടിമകളായിരുന്നു. And no doubt the questions were being raised. അനേക ചോദ്യങ്ങൾ അവർ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടായിരിക്കാം. What's happened to God? What's happened to his promises? ദൈവത്തിന് എന്ത് സംഭവിച്ചു? ദൈവത്തിന്റെ എല്ലാ വാഗ്ദത്തങ്ങൾക്കും എന്താണ് സംഭവിച്ചിരിക്കുന്നത്? And from time to time, I'm sure you feel the same way. What's happened to God? Why is all this happening to me and to my family? പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇതേ ചോദ്യങ്ങൾ നാം ചോദിച്ചേക്കാം. ദൈവത്തിന് എന്ത് സംഭവിച്ചിരിക്കുന്നു? എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? And whenever those questions arise, this is God's answer. അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ ദൈവത്തിന്റെ ഉത്തരം ഇതാണ്, I am. ഞാനാകുന്നവൻ, I am the eternal God. ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാനാണ് I am നിത്യനായ the ദൈവം, unchanging one. ഞാൻ ഒരിക്കലും മാറ്റമില്ലാത്ത അനന്യനായ I ദൈവമാണ്. will be 100% faithful to my promises. ഞാൻ എൻ്റെ വാഗ്ദാനങ്ങളോട് 100% വിശ്വസ്തതയുള്ള ദൈവമായിരിക്കും. That's the first thought which would come to David's mind as he used this word. He thought of the eternity of God. യഹോവ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ ദാവീദിന്റെ ഹൃദയത്തിലേക്ക് വരുന്ന ചിന്ത ദൈവത്തിന്റെ നിത്യതയെ പറ്റി ഉള്ള ബോധ്യമാണ്. The second thought which would come to his mind would be covenant. രണ്ടാമത്തെ ദാവീദിന്റെ മനസ്സിലുണ്ടാകുവാവുന്ന ബോധ്യം ദൈവിക ഉടമ്പടിയെ പറ്റിയുള്ള ബോധ്യമാണ്. You see, David believed that this great eternal I am was Israel's God. ദാവീദിന് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന നിത്യ ദൈവം ഇസ്രായേലിന്റെ തന്നെ ദൈവമാണ് എന്നുള്ളത്. He had entered into an unbreakable covenant with his people. ഈ ദൈവം ഇസ്രായേൽ മക്കളുമായി ഒരിക്കലും മാറ്റിക്കൂടാത്ത ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക് പ്രവേശിച്ച ദൈവമാണ്. And that's our position by faith in Jesus Christ tonight. ഇന്ന് യേശുക്രിസ്തുവിൽ ഉള്ള വിശ്വാസത്തിൽ നമ്മുടെ വിശ്വാസവും ബോധ്യവും അത് തന്നെയാണ്. David continues, you've laid your hand upon me. ദാവീദ് തുടർന്ന് പറയുകയാണ്, ദൈവമേ നീ എൻ്റെ മുകളിലും നിന്റെ കരം വെച്ചിരിക്കുന്നു. That's how David feels, surrounded by God. ദൈവത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന അനുഭവമാണ് ദാവീദിന് ഇപ്പോൾ തന്റെ ജീവിതത്തിൽ God's in അനുഭവിക്കുന്നത്. front of him, God's behind him, and the palm of God's hand is resting തന്റെ upon him. മുൻപിലും പിൻപിലും ദൈവ സാന്നിധ്യം, അതോടൊപ്പം തന്റെ മുകളിലും ഇതാ ദൈവം തന്റെ കരം കൊണ്ട് ഈ ദാവീദിനെ അടച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുന്നു. He's thinking of running, ഓടിപ്പോകാൻ, ഓടി അകലുവാൻ ദാവീദിന് ആഗ്രഹമുണ്ട്. but escape is impossible. എന്നാൽ ഇവിടെ രക്ഷപ്പെടുവാൻ യാതൊരു സാധ്യതയുമില്ല. Verse 7, where can I go from your spirit? 7ാമത്തെ വാക്യത്തിൽ നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് Where can പോകും? I flee from your presence? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് If I go to ഓടും? the heavens, you're there. ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്. If I make my bed in the depths, you're there. പാതാളത്തിൽ നിന്റെ കിടക്ക വിരിച്ചാൽ നീ If I അവിടെയുണ്ട്. rise on the wings of the dawn and settle on the far side of the sea, ഞാൻ ഉഷസ്സിൻ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് ചെന്ന് പാർത്താൽ even there your hand will guide me. Your അവിടെയും right hand നിന്റെ- will hold me fast. അവിടെയും നിന്റെ കൈ എന്നെ നടത്തും, നിന്റെ വലങ്കൈ എന്നെ പിടിക്കും. Did you notice those amazing words? ഈ വളരെ വിശിഷ്ടമായ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? David says, if I'm running away from you, ദാവീദ് പറയുകയാണ്, ഞാൻ നിന്നിൽ നിന്ന് ഓടി അകലുമ്പോൾ you'll follow me. നീ എന്നെ അനുഗമിക്കുന്ന ദൈവമാണ്. Why will you follow me? എന്തിനാണ് നീ എന്നെ അനുഗമിക്കുന്നത്? To punish me for my disobedience? എന്റെ ജീവിതത്തിൽ നിന്നെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞതിന് എന്നെ ശിക്ഷിക്കുവാൻ വേണ്ടി നീ എന്നെ പിന്തുടരുകയാണോ? Oh, says David, even there your hand will guide me and hold me fast. ദാവീദ് പറയുകയാണ്, അവിടെയും എന്റെ ഒളിച്ചോട്ടത്തിന്റെ മധ്യത്തിലും നിന്റെ കരം എന്നെ നയിക്കും എന്ന് പറയുന്നു. The great English preacher Charles Spurgeon, ചാൾസ് സ്പർജൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്. he said, the Lord will be leading you, അദ്ദേഹം പറയുകയാണ്, ദൈവം നിന്നെ വഴി നടത്തുന്നത്, preserving you, sustaining you, നിന്നെ നിരന്തരമായി പരിപാലിക്കുകയും നിന്നെ വഴി നടത്തുകയും സംരക്ഷിക്കുകയും ചെയ്യും. even when you're running as a fugitive from him. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഓടി ഒളിക്കുന്ന അവസ്ഥയിൽ പോലും. Think back to Jonah.
യോനയെ പറ്റി ഒന്നുകൂടെ ചിന്തിക്കുക. He's running from God. The call is too difficult. അവൻ ദൈവത്തിൽ നിന്ന് ഓടിയകലുന്നു, കാരണം യോനയ്ക്ക് ലഭിച്ച നിയോഗം അതികഠിനമാണ്. The wickedness of Nineveh notorious. നിനവയിലെ ദുഷ്ടത അതിഭീകരമാണ്. Jonah runs, യോന ഓടിയകലുന്നു. but God won't let him go. എന്നാൽ ദൈവം ഒരിക്കലും യോനയെ വിടുന്നില്ല. അവൻ യോനയെ പിന്തുടരുകയാണ്. Chapter 1 and verse 17 of the book of Jonah, we read, the Lord provided a great fish to swallow him. യോനയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നു, ദൈവം ഒരു വലിയ മത്സ്യത്തെ യോനയെ വിഴുങ്ങേണ്ടതിന് ഒരുക്കിയിരുന്നുവെന്ന്. And Jonah must have felt, this is it, this is the end. യോന വിചാരിച്ചു, ഇതാണ് എന്റെ ജീവിതത്തിന്റെ അന്ത്യം. This is my punishment for running from God. ദൈവത്തിൽ നിന്ന് അകലേക്ക് ഞാൻ ഓടി മാറിയതിന്റെ ശിക്ഷയാണിത്. But we find in chapter 2 that in the belly of the great fish Jonah met a merciful God. എന്നാൽ 2-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നത്, ആ തിമിംഗലത്തിന്റെ ഉദരത്തിനുള്ളിൽ യോന ഏറ്റവും കരുണയുള്ള ദൈവത്തെ, സ്നേഹിക്കുന്ന ദൈവത്തെ A കണ്ടുമുട്ടുകയാണ്. God who only wanted to lead Jonah back into his perfect will for his life. യോനയുടെ ജീവിതത്തിനു വേണ്ടിയുള്ള ദൈവത്തിന്റെ പരിപൂർണമായ ഹിതത്തിലേക്ക് യോനയെ വിളിച്ചടുപ്പിക്കുന്ന ദൈവത്തെ യോന കണ്ടെത്തുകയാണ്. Jonah realizes, you God, you hurled me into the deep. ദൈവം യോന തിരിച്ചറിയുകയാണ്, ദൈവമേ നീയാണ് ഈ ആഴത്തിലേക്ക് എന്നെ വലിച്ചെറിഞ്ഞത്. You put me in this fish to get my attention. എന്റെ ജീവിതത്തിൽ നിന്നെ ഒന്ന് ശ്രദ്ധിക്കുവാൻ വേണ്ടി നീയാണ് ഈ മത്സ്യത്തിന്റെ വയറ്റിനുള്ളിൽ എന്നെ You പ്രവേശിപ്പിച്ചത്. put me here so that I would stop running. ദൈവമേ, ഞാൻ ഓടി അകലുന്ന എന്റെ സ്വഭാവം നിർത്തുവാൻ വേണ്ടിയാണ് നീ എന്നെ ഇവിടെ Listen ആക്കിയിരിക്കുന്നത്. to you. അതുകൊണ്ട് എനിക്ക് നിന്നെ ഒന്ന് കേൾക്കുവാൻ, നിന്റെ ശബ്ദം ഒന്ന് കേൾക്കുവാൻ വേണ്ടി നിന്നെ ഇവിടെ And ആക്കിയിരിക്കുന്നു. realize your care and love for me. എന്നോടുള്ള നിന്റെ സ്നേഹവും നിന്റെ കരുതലും തിരിച്ചറിയുവാൻ നീ എന്നെ ഇവിടെ ആക്കിയിരിക്കുകയാണ്. Sometimes God does allow difficulty, even suffering, to get our attention. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ ഒന്ന് ശ്രദ്ധിക്കുവാൻ വേണ്ടി ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കഷ്ടതകളും ദൈവം He അനുവദിച്ചേക്കാം. allows that difficulty so that I will listen. നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ദൈവം കഠിന ശോധനകൾ അനുവദിച്ചേക്കാം, കാരണം ദൈവ ശബ്ദം ഒന്ന് ശ്രദ്ധിക്കുവാൻ അത് കാരണമായേക്കാം. In His mercy, He'll bring me back into His perfect will for my എന്നാൽ life. ദൈവത്തിന്റെ കരുണാതിരേകത്താൽ അവനിലേക്ക്, അവന്റെ സന്നിധിയിലേക്ക് അവൻ നമ്മളെ വിളിച്ചു ചേർക്കുന്ന ദൈവമാണ്. This is what he writes in 2 Corinthians chapter 8 and verse 8. 2 കൊരിന്ത്യർ 8-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, I'm not commanding you to give, ഞാൻ കൽപ്പനയായിട്ടല്ല, but I want to test the sincerity of your love. മറ്റുള്ളവരുടെ ജാഗ്രത കൊണ്ട് നിങ്ങളുടെ സ്നേഹത്തിന്റെ പരമാർത്ഥത ശോധന ചെയ്യേണ്ടതിന് അത്രേ By പറയുന്നത്. comparing it with the earnestness of others. മറ്റുള്ളവരുടെ താല്പര്യത്തോട് ഒന്ന് താരതമ്യം ചെയ്ത നിങ്ങളുടെ താല്പര്യം അറിയുവാൻ ഞാൻ What does ആഗ്രഹിക്കുന്നു. Paul mean? എത്ര അനുഗ്രഹകരമായ ഒരു കൽപ്പന. Well, he's just been writing about how the Macedonians gave. പൗലോസ് പറയാണ് എങ്ങനെയാണ് മക്കദോനിയയിലുള്ള സഭകൾ He നൽകിയതെന്ന്. says they gave out of their poverty. അവരുടെ ജീവിതത്തിന്റെ മഹാദാരിദ്ര്യത്തിൽ നിന്നും കഷ്ടതയിൽ നിന്നുമാണ് മക്കദോനി സഭകൾ There was a ഇവർക്ക് വേണ്ടി great നൽകിയത്. spirit of sacrifices they gave. ഞങ്ങളുടെ ജീവിതത്തിന്റെ വലിയ ഒരു ത്യാഗ മനോഭാവത്തിൽ നിന്നാണ് യെരൂശലേമിലെ സഭയ്ക്ക് വേണ്ടി He മക്കദോനി says, സഭ I know how നൽകിയത്. much the Macedonians loved by the way they gave. ഈ മക്കദോന്യ സഭകളുടെ വിശ്വാസത്തെ പറ്റി എനിക്കറിയാം, കാരണം അവരുടെ ദാനം ഇത്രമാത്രം ത്യാഗ Now നിർഭരമായിരുന്നു. I want to test the sincerity of your love at Corinth. അങ്ങനെയെങ്കിൽ കൊരിന്ത്യയിലുള്ള സഭയോട് പൗലോസ് പറയുകയാണ്, How will you give? എങ്ങനെയാണ് കൊരിന്ത്യരെ നിങ്ങൾക്ക് നൽകുവാൻ It's സാധിക്കുന്നത്? a great test of your spiritual health. ഇത് നമ്മുടെ ആത്മീക ആരോഗ്യത്തിന്റെ ഒരു യഥാർത്ഥ പരിശോധനാ രീതിയാണ്. Someone has said you will know your spiritual health much more by looking at your checkbook than your hymn book. ഒരു മനുഷ്യൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ചെക്ക് ബുക്ക് നോക്കിയാൽ ആണ് നിങ്ങളുടെ ആത്മീക ആരോഗ്യം യഥാർത്ഥത്തിൽ അറിയാവുന്നത്, അല്ലാതെ നിങ്ങളുടെ പാട്ടുപുസ്തകം നോക്കിയല്ല. David's prayer is, search me. ദാവീദ് പറയുകയാണ്, ദൈവമേ നീ എന്നെ ശോധന I ചെയ്യണമേ. really want to know how I am doing spiritually. ഞാൻ ആത്മീകമായി എങ്ങനെ മുൻപോട്ട് ജീവിക്കുന്നു എന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. Secondly, see if there is any offensive way in me. രണ്ടാമത് ദാവീദ് പറയുകയാണ്, ദൈവമേ വ്യസനിപ്പിക്കുന്ന, വ്യസനത്തിനുള്ള, നിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന മാർഗം എന്നിലുണ്ടോ എന്ന് നീ അറിയണമേ. David is saying, please God, show me if there's any path I'm moving along that will lead me to offend you. ദാവീദ് പറയുകയാണ്, ദൈവമേ ഞാൻ പോകുന്ന വഴിയിൽ നിനക്ക് അനിഷ്ടമുള്ള വഴിയുണ്ടോ എന്ന് നീ ഒന്ന് നോക്കണമേ. It's a great prayer for the morning.
ഇത് നമുക്ക് പ്രഭാതത്തിനു വേണ്ടിയുള്ള അതിമനോഹരമായ ഒരു പ്രാർത്ഥനയാണ്. As you set out on a new day, ഒരു പുതിയ ദിവസം നമ്മുടെ ജീവിതം ആരംഭിക്കുമ്പോൾ, oh Lord, see if there's any offensive way in me. ദൈവമേ, എന്റെ ജീവിതത്തിൽ നിന്നെ ദുഃഖിപ്പിക്കുന്ന, നിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന വല്ല വഴികളുമുണ്ടോ എന്ന് നീ എന്നെ അറിയിക്കണമേ. Is there anything within me this morning which if I follow it will cause me to offend you? ദൈവമേ, ഈ പ്രഭാതത്തിൽ എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നിന്നെ ദുഃഖിപ്പിക്കുന്ന സാധ്യതകളുണ്ടോ എന്ന് നീ തിരിച്ചറിഞ്ഞ് എന്നോട് പറയണമേ. And then the third petition of his prayer തന്റെ ദാവീദിന്റെ പ്രാർത്ഥനയിലെ മൂന്നാമത്തെ അർത്ഥന ഇതാണ്: is lead me. ദൈവമേ, എന്നെ മുൻപോട്ട് നടത്തണമേ. Lead me in the everlasting way. ദൈവമേ, ശാശ്വതമായ നിത്യമായ പാതയിൽ നീ എന്നെ നടത്തണമേ. We're all traveling, നാം ഏവരും സഞ്ചാരികളാണ്, all moving towards a destination. ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് സഞ്ചരിക്കുന്നവരാണ് നാം ഏവരും. But are we walking the everlasting way? എന്നാൽ എനിക്ക് ചോദിക്കാനുള്ളത്, നാം നിത്യതയുടെ ശാശ്വതമായ മാർഗത്തിലാണോ മുൻപോട്ട് What സഞ്ചരിക്കുന്നത്? does it mean? എന്താണ് ഇതിന്റെ അർത്ഥം? It means to live our life each day in the light of eternity. ഓരോ ദിനവും ഓരോ നിമിഷവും ദൈവിക നിത്യതയുടെ വെളിച്ചത്തിൽ നാം ജീവിക്കണം എന്നുള്ളത് തന്നെയാണ്. To make all our daily decisions with eternity in mind. നമ്മുടെ ജീവിതത്തിലെ ദൈനംദിനമുള്ള ഓരോ തീരുമാനങ്ങളും ദൈവിക നിത്യതയുടെ താല്പര്യത്തിലായിരിക്കണം നിർവഹിക്കേണ്ടത്. I think some of the most inspiring words the Apostle Paul ever wrote അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഴുതിയ ഏറ്റവും അനുഗ്രഹീതമായ പ്രചോദനാത്മകമായ വാക്കുകൾ are ഇവയാണ്. in 2 Corinthians chapter 4 verses 16 to 18. 2 കൊരിന്ത്യർ 4 അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. Paul writes, outwardly I'm wasting away. പൗലോസ് പറയുകയാണ്, ബാഹ്യമായി പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുണ്ട്. The evidence of his suffering for Christ could now be clearly seen. Outwardly I'm wasting away. ക്രിസ്തുവിന് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ എന്റെ ശരീരം, എന്റെ ബാഹ്യമായ അനുഭവം, എന്റെ പുറത്തെയുള്ള മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടേയിരിക്കുന്നു. But inwardly എന്നാൽ ആന്തരികമായി I'm being renewed every day. ഓരോ ദിനവും ഞാൻ പുതുജീവൻ And then പ്രാപിക്കുകയാണ്. he says this, our momentary troubles, the troubles of the moment, നൊടി നേരത്തേക്കുള്ളതാണ് ഈ ഞങ്ങളുടെ കഷ്ടം, are achieving for us an eternal glory that far outweighs these difficulties. എന്നാൽ ഞങ്ങൾക്ക് തേജസ്സിന്റെ നിത്യഘനം അനവധിയായി നൽകുവാൻ ലഭിക്കുവാൻ തക്കവണ്ണം അത് പ്രേരക ശക്തിയായി തീരുന്നു. Then these words, so crucial to Christian living. ഇത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായ മർമ്മപ്രധാനമായ ചില വാക്കുകളാണ്. So we fix our eyes അതുകൊണ്ട് തന്നെ നാം ക്രിസ്തുവിലേക്ക്, not on what is seen, നാം കാണപ്പെടുന്നതിലേക്കല്ല നമ്മുടെ ശ്രദ്ധ but തിരിക്കേണ്ടത്, on what is unseen. എന്നാൽ നമ്മുടെ കാഴ്ചക്കപ്പുറത്തുള്ള നിത്യമായ അനുഭവങ്ങളിലേക്ക് നമ്മുടെ ദൃഷ്ടികളെ നമുക്ക് Because ഉയർത്താം. what is seen, എന്തുകൊണ്ടെന്നാൽ കാണപ്പെടുന്നവ, whether it's good or whether it's bad, ഒരുപക്ഷെ അത് നല്ലതായിരിക്കാം, അത് തീയതായിരിക്കാം, is temporary. അത് താൽക്കാലികമാണ്. But what is unseen is eternal. എന്നാൽ നമ്മുടെ കാഴ്ചക്കപ്പുറമുള്ളത്, നമ്മുടെ ദൃഷ്ടിക്കപ്പുറമുള്ളത് അത് നിത്യമായിട്ടുള്ളതാണ്. David says, lead me along the everlasting way. ദാവീദ് പറയുകയാണ്, ദൈവമേ എന്നെ ശാശ്വതമായ നിത്യമായ മാർഗത്തിൽ തന്നെ അവിടുന്ന് I നയിക്കണമേ. want to make all my daily decisions in the light of eternity. ദൈവമേ, എന്റെ ജീവിതത്തിന്റെ ദൈനംദിനമായ തീരുമാനങ്ങൾ നിന്റെ നിത്യതയുടെ വെളിച്ചത്തിൽ എടുക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. The Protestant reformer Martin Luther മാർട്ടിൻ ലൂഥർ, നവീകരണ നേതാവായ മാർട്ടിൻ ലൂഥർ said this, ഇപ്രകാരം പറഞ്ഞു, there are only 2 days in my diary. എന്റെ ജീവിതത്തിന്റെ രേഖകളിൽ 2 ദിവസങ്ങൾ മാത്രം. Today and that day. ഇന്ന് എന്ന ദിവസം, അന്ന് ആ ദിവസം. I live every day in the light of that day. എന്റെ ജീവിതത്തിന്റെ ഓരോ ദിവസങ്ങളിലും ആ വലിയ ദിവസത്തിന്റെ ദർശനത്തിലാണ് ഞാൻ That ജീവിക്കുന്നത്. day when I'll stand before the living God and give account of my life. ജീവനുള്ള ദൈവത്തിന്റെ മുൻപാകെ ഞാൻ നിന്ന് എന്റെ ജീവിതത്തിന്റെ എല്ലാ കണക്കുകളും ഞാൻ സമർപ്പിക്കുന്ന ആ ദിവസത്തിൽ, So as we heard this morning, the invitation of Jesus is to come. ഈ പ്രഭാതത്തിൽ നാം കണ്ടു ദൈവത്തിന്റെ കർത്താവിന്റെ വലിയ ആഹ്വാനം, തന്റെ അടുക്കിലേക്ക് വരുവാനുള്ള ആഹ്വാനം. Come to him and to be with him. വരിക, എന്നോടൊപ്പമായിരിക്കുക, എന്നിൽ വസിക്കുക എന്നുള്ള ആഹ്വാനം. Never to run from him, ഒരിക്കലും ദൈവസന്നിധിയിൽ നിന്ന് ഓടി ഒളിക്കുവാനായിട്ടല്ല, but to be with the one who created us, എന്നാൽ നമ്മെ നിർമ്മിച്ചവനായ, നമ്മെ സൃഷ്ടിച്ചവനായ who ദൈവത്തോടൊപ്പമായിരിക്കും. knows everything about us, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്നവനായ who has great ദൈവത്തോടൊപ്പമായിരിക്കാൻ, plans for us.
നമ്മുടെ ജീവിതത്തെ പറ്റി ധാരണകളും പദ്ധതികളുമുള്ള And He is ദൈവത്തോടൊപ്പം constantly thinking of them. നിരന്തരമായി നമ്മെ പറ്റി ചിന്തിക്കുന്ന ദൈവത്തോടൊപ്പം My ആയിരിക്കും. brothers, He will lead you. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ദൈവം നമ്മെ വഴി നടത്തുന്ന If ദൈവമാണ്. you put your hand in His, നിങ്ങളുടെ കരങ്ങളെ ദൈവകരങ്ങളിലേക്ക് നിങ്ങൾ സമർപ്പിക്കുമെങ്കിൽ He will lead you along the everlasting way. നിശ്ചയമായും ശാശ്വതമായ പാതയിൽ ഈ ദൈവം നിങ്ങളെ വഴി നടത്തും. എണ്ണിയാൽ തീരാത്ത നന്മകൾ തന്നെന്നെ നാൾതോറും നടത്തുന്നവൻ. പച്ചയാം പുൽപ്പുറത്തും കൂരിരുൾ താഴ്വരയിൽ കൂടിരുന്നു കൃപയാലെ പുലർത്തുന്നവൻ. പച്ചയാം പുൽപ്പുറത്തും കൂരിരുൾ താഴ്വരയിൽ കൂടിരുന്നു കൃപയാലെ പുലർത്തുന്നവൻ. മറന്നു പോകാനിടയാകല്ലേ നാഥാ നീ നടത്തിയ വിധങ്ങളൊന്നും. കരുതുമെന്നീഹത്തിൽ ഞാൻ കരുതിയോ കരം വിട്ടു കരകാണാതാഴിയിൽ ഞാൻ മുങ്ങിത്താഴുമ്പോൾ. കരുതുമെന്നീഹത്തിൽ ഞാൻ കരുതിയോ കരം വിട്ടു